our body. Listen here and questions answer ഒക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. പെട്ടെന്ന് ഈ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് മിസ് പറയാം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ ചോദിക്കാം. Our body is a living machine. Like a machine, it has many parts. The parts of our body that we can see are called external organs. For example, the head, the arms, the legs, the eyes, the ears, and the nose are some external organs. It is about our body. നമ്മുടെ ശരീരത്തിനെ കുറിച്ച് പറയുന്ന ഒരു പോർഷൻ ആണല്ലേ, നമ്മുടെ ബോഡിയെ കുറിച്ചാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ബോഡി പാർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. UKG-യിലെ LKG-യിലൊക്കെ ബോഡി പാർട്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. കുറച്ചുകൂടെ ബോഡിയെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന ഒരു പോർഷൻ ആണല്ലേ ഇത്, അവർ ബോഡി, നമ്മുടെ ശരീരം. അവർ ബോഡി ഈസ് ലൈക്ക് എ മെഷീൻ. നമ്മുടെ ബോഡി എന്താണ്, ഒരു മെഷീൻ പോലെയാണല്ലേ. എപ്പോഴും അതിങ്ങനെ വളരെ ഹാർഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, എപ്പോഴും അതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് മെനി പാർട്സ്. അതിന് ഒരുപാട് പാർട്സ് ഉണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഏത് മെഷീൻ നോക്കിയാലും എന്താണ്, അതിന് ഒരുപാട് പാർട്സ് ഉണ്ടാവും, ഭാഗങ്ങൾ ഉണ്ടാവും ഒരുപാട്. അതുപോലെ തന്നെയാണ് എന്ത്, നമ്മുടെ ശരീരവും. ശരീരത്തിലും ഒരുപാട് പാർട്സ് ഉണ്ട്. ദ പാർട്സ് ഓഫ് അവർ ബോഡി വി ക്യാൻ സീ. നമുക്ക് കാണാൻ പറ്റുന്ന നമ്മുടെ ശരീരഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് പറയാ, എക്സ്റ്റേണൽ ഓർഗൻസ് എന്ന് പറയാ അല്ലെ. അതായത് ശരീരത്തിന്റെ പുറത്തുള്ള അവയവങ്ങൾ, നമ്മുടെ കൈയും കാലും കണ്ണും ചെവിയും മൂക്കും വിരലുകളും ഒക്കെ എന്താണ്, എക്സ്റ്റേണൽ ഓർഗൻ ആണ്. അല്ലാതെ എവിടെയാണ്, ശരീരത്തിന്റെ പുറത്താണ് അല്ലേ. ശരീരഭാഗങ്ങളുടെ പുറത്താണ് ആരുള്ളത്, ഈ എക്സ്റ്റേണൽ ഓർഗൻസ് ഉള്ളത്. ഇതൊക്കെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റുന്നതല്ലേ, ഇതൊക്കെ എക്സ്റ്റേണൽ ആണ്. എന്താണ്, ഇത് ബാഹ്യമായിട്ടുള്ളതാണ്. ആന്തരികം ഏതാണ്, ഇന്റേണൽ ആണ്. സോ ബാഹ്യമായിട്ടുള്ള ഓർഗൻസ് ആണ് ഇതൊക്കെ, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എക്സ്റ്റേണൽ ആണ്, പുറത്താണ് ഉള്ളത്. സോ നമ്മുടെ തലയും കണ്ണും മൂക്കും ഒക്കെ external organs ആണ്. Then the organs that are inside our body are called internal organs. The heart, the lungs, brain and the stomach are some internal organs. Let us read about some parts of our body. എന്താണ്, ഇനി നമ്മുടെ internal organs നെ കുറിച്ചാണ് പറയുന്നത്. ശരീരത്തിന്റെ അകത്തുള്ള ഓർഗൻസ്. ഏതാണ് ഒരു internal organ? ആൻസർ, can you say the name of an internal organ? Unmute ചെയ്തേ. Listen here, look at me. Okay, can you say name of an internal organ? Look here. ഇങ്ങോട്ട് നോക്കി ആൻസർ പറയൂ, ഏതാണ് ഒരു ഇന്റേണൽ ഓർഗൻ? ഇവിടെ ഇവിടെ ഇങ്ങോട്ട് ആൻസർ. ആൻസറിന്റെ റേഞ്ച് പോയി കറക്റ്റ് സമയത്ത്. ഒന്നുകൂടെ അൺമ്യൂട്ട് ചെയ്തേ ആൻസർ. പെട്ടെന്ന്. ഏതാണ്? Heart. Okay. Then heart, lungs, brain, stomach ഇതൊക്കെ ഇന്റേണൽ ആണ്. നിങ്ങളുടെ ഹേർട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുമോ? ശരീരത്തിന്റെ പുറത്താണോ? കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? അത് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടോ? ശരീരത്തിന് പുറത്ത് ആർക്കെങ്കിലും ഹേർട്ട് ഉണ്ടോ? ഇല്ല. അതൊക്കെ ശരീരത്തിന്റെ അകത്താണുള്ളത് അല്ലേ, ഉള്ളിലാണുള്ളത്. ഹേർട്ടും ലങ്സും ബ്രെയിനും അല്ലെ. നമ്മുടെ ഹൃദയവും തലച്ചോറും ശ്വാസകോശവും ഒക്കെ എവിടെയാണ്? ശരീരത്തിന്റെ അകത്താണുള്ളത് അല്ലെ. നമ്മുടെ വയറ് എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, നമ്മുടെ വയറ്. പക്ഷെ അതാണോ ശരിക്കും നമ്മുടെ സ്റ്റൊമക്ക്? ഇത് നമ്മൾ കാണുന്നത് ഏതാണ്? നമ്മുടെ പുറത്തുള്ള ശരീരഭാഗമാണ്. പക്ഷെ വയറ് എന്ന് പറഞ്ഞിട്ട് അകത്ത് ഒരുപാട് സംഭവങ്ങൾ ഉണ്ട് അല്ലേ. പല പല ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട് അല്ലെ. വൻകുടല്, ചെറുകുടൽ എന്നൊക്കെ പറഞ്ഞിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ബിഗ് ഇൻറ്റസ്റ്റൈൻ ഒക്കെ ഉണ്ട് ശരീരത്തിന്റെ അകത്ത്. പക്ഷെ പുറത്തുള്ള ഭാഗങ്ങളെ എക്സ്റ്റേണൽ എന്നും അകത്തുള്ള ഭാഗങ്ങളെ ഇന്റേണൽ എന്നും പറയുന്നു. അപ്പൊ എക്സ്റ്റേണൽ ഇന്റേണൽ ഓർഗൻസിന്റെ പേരൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. ദെൻ
parts of our body. Then we are going to study about our different body parts. We already say that we have a lot of parts of our body, and then which are our body parts. ഫസ്റ്റ് വൺ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഹെഡ് ആണ്, തല അല്ലെ. നമ്മുടെ തല നമ്മുടെ ഒരു ശരീരഭാഗമാണ്. ദ ഹെഡ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി. ശരീരത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഏത്? തല അല്ലെ. ശരീരഭാഗം ഏറ്റവും മുകളിലാണ്, അപ്പർ മോസ്റ്റ് ആണ് അല്ലെ. ഇറ്റ് ഈസ് ഹാർഡ് ആൻഡ് ഇറ്റ് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ബോൺസ്. ഇത് വളരെ ഹാർഡാണ്, വളരെ കട്ടിയുള്ളതാണ് അല്ലെ. തല നല്ല കട്ടിയാണ് അല്ലെ നമുക്ക്. then it is hard and it is made up of bones. ഇത് വളരെ ഹാർഡാണ് and it is made up of bones. ഇത് എല്ലുകൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. തലയോട്ടി എന്ന് പറയുന്നത് അല്ലെ. നിങ്ങൾ ഏതെങ്കിലും സ്കെൽട്ടൺ ഒക്കെ കണ്ടിട്ടുണ്ടോ? അസ്ഥികൂടത്തിന്റെ ഒക്കെ ചിത്രം കണ്ടിട്ടുണ്ടോ? തല എന്താണ്? വലിയ ഇങ്ങനെ ഒരു എല്ലിന്റെ ബോൺസിന്റെ ഒരു കോമ്പിനേഷൻ ആണ് അവിടെ ഉള്ളത്. നിറയെ ബോൺസ് ആണ് അല്ലെ. തലയിൽ ഇങ്ങനെ എല്ലുകളാണ് ഉണ്ടാവുക. സോ എല്ലുകൾ കൊണ്ട് ആണ് എന്ത്? തലയോട്ടി ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഇസ് വെരി ഹാർഡ്. അതുകൊണ്ട് അത് വളരെ ഹാർഡാണ്. then the head contains the brain. തലയിലാണ് തലച്ചോറ് ഉണ്ടാവുക. നിങ്ങൾക്കൊക്കെ തലച്ചോറ് ഉണ്ടോ? തലച്ചോറ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ആരാ പറഞ്ഞ തലച്ചോറുണ്ട്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ടിട്ടില്ല അല്ലെ. എന്നാലും ഉണ്ട്, നമുക്കൊക്കെ ബ്രെയിൻ ഉണ്ട്. സോ ദ ബ്രെയിൻ ഹെൽപ്സ് us to think. നമ്മളെ ഓരോ കാര്യങ്ങളും ചിന്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? തലച്ചോറാണ് അല്ലെ. തലച്ചോറ് ഇല്ലാത്തവര് ഉണ്ടാവില്ല. എല്ലാവരും ചിന്തിക്കാനും ഓരോ കാര്യങ്ങളും ഇപ്പൊ ആൻസറിനോട് മിസ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അപ്പൊ ആൻസർ പെട്ടെന്ന് എന്ത് ചെയ്തു? ടെക്സ്റ്റ് ബുക്കിൽ നോക്കി അല്ലെ. നോക്കിയിട്ട് ആൻസർ പറഞ്ഞു. അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്നത് ആരാണ്? നമ്മുടെ തലച്ചോറാണ് അല്ലെ. എല്ലാ ചിന്തയും നമ്മളിപ്പോ എന്താണ്? ഭക്ഷണം കഴിക്കണം എന്ന് നമ്മുടെ മനസ്സിൽ തോന്നും അല്ലെ. നമ്മളെ സംബന്ധിച്ച് എന്താണ്? നമ്മുടെ മനസ്സിലാണ് അത് തോന്നുന്നത്. പക്ഷെ അതിനു മുമ്പേ അത് നമ്മുടെ തലച്ചോറിലാണ് ആദ്യം തോന്നുക. തലച്ചോറിൽ തോന്നിയിട്ടാണ് നമ്മുടെ ബാക്കിയുള്ള ശരീരഭാഗങ്ങളിലേക്ക് ആ മെസ്സേജ് കൊടുക്കുക. ഭക്ഷണം നമ്മളിപ്പോ ഇരുന്നെടുത്ത് നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് നമുക്ക് തോന്നിയാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം എണീറ്റ് പോയി കൈ കഴുകി ഭക്ഷണം എടുക്കണം അല്ലെ. ഇതൊക്കെ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നുണ്ട്. നമുക്ക് ഭക്ഷണം കഴിക്കണം എന്ന് നമുക്ക് തോന്നുകയും അപ്പൊ തന്നെ നമ്മൾ എണീറ്റ് പോവുകയും കൈ കഴുകുകയും ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ചിന്ത ആദ്യം നമ്മുടെ തലച്ചോറിൽ വരണം. സോ എല്ലാ ചിന്തകളും സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ബ്രെയിനിൽ നിന്നാണ്. ദെൻ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ ഹെഡിനെ കുറിച്ച് പറഞ്ഞു. ദെൻ നെക്സ്റ്റ് വൺ നെക്ക് ആണ്. നമ്മുടെ നെക്ക്. The neck joins to the head to the trunk and it also helps the head to move up, down and sideways. നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത് നമ്മുടെ തലയെയും ട്രങ്കിനെയും, ട്രങ്ക് എന്താണ്? നമ്മുടെ കഴുത്തിന് താഴോട്ടുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ അല്ലെ. നമ്മുടെ കഴുത്തിന് താഴോട്ടുള്ള ശരീരഭാഗവും നമ്മുടെ തലയും. തല എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന മുടിയുള്ള ഭാഗം മാത്രമല്ല തല. നമ്മുടെ കണ്ണും മുഖവും മൂക്കും ഒക്കെ ഇൻവോൾവ് ആയിട്ടുള്ള ഭാഗത്തെയാണ് നമ്മൾ തല എന്ന് പറയുന്നത്. കണ്ണും ചെവിയും ഒക്കെ എന്താണ്? നമ്മുടെ തലയിലാണ് ഉള്ളത്. സോ നമ്മുടെ ഈ തലയെയും, അതായത് നിങ്ങൾ കാണുന്ന നിങ്ങളുടെ ഈ നല്ല സുന്ദരമായിട്ടുള്ള മുഖമുണ്ടല്ലോ, സുന്ദരമായ മുഖമാണോ? ആരാ പറഞ്ഞ ആണെന്ന്? ആണല്ലേ. അപ്പൊ നമ്മുടെ ഈ നല്ല മുഖത്തിനെയും നമ്മുടെ ശരീരഭാഗത്തിനെയും തമ്മിൽ ജോയിൻ ചെയ്യുന്നത് ഏതാണ്? നമ്മുടെ കഴുത്താണ് അല്ലെ. ഇതിന്റെ ഇടയിൽ കഴുത്ത് ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ ഈ തലയെയും നമ്മുടെ കഴുത്തിന് താഴെയുള്ള ഈ ശരീരത്തിനെയും ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് നെക്ക്, നമ്മുടെ കഴുത്ത് എന്ന് പറയുന്നത്. And it helps to the head to move up, down and sideways. ഈ കഴുത്താണ് നമ്മുടെ തലയെ എന്ത് ചെയ്യുന്നത്? അങ്ങോട്ടും ഇങ്ങോട്ടും താഴേക്കും മുകളിലേക്കും ഒക്കെ തിരിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. നമ്മൾ തിരിഞ്ഞു നോക്കാറുണ്ട്, താഴേക്ക് നോക്കാറുണ്ട്, മുകളിലേക്ക് നോക്കാറുണ്ട്, ഒക്കെ നമ്മൾ ചെയ്യാറില്ലേ? അതെന്തുകൊണ്ടാണ്? ഈ കഴുത്തുള്ളത് കൊണ്ടാണ് അല്ലെ. കഴുത്താണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. കഴുത്തില്ലാതെ ഇരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തലയൊന്നും മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഭാഗമാണ് നമ്മുടെ കഴുത്ത്. ദെൻ ട്രങ്ക്, ബാക്കിയുള്ള നമ്മുടെ ശരീരഭാഗം, കഴുത്തിന് താഴോട്ടുള്ള ശരീരഭാഗം. ദി ട്രങ്ക് ഹാസ് ദ ചെസ്റ്റ് ആൻഡ് ദ അബ്ഡോമൻ. ട്രങ്കിൽ എന്തുണ്ട്? ചെസ്റ്റും അബ്ഡോമനും ഉണ്ട് അല്ലെ. അതായത് നെഞ്ചുമുണ്ട്, അടിവയറും. നെഞ്ചും വയറും ഉണ്ട് അല്ലെ. വയറിന്റെ അടുത്ത് വരെയുള്ള ഭാഗം ആണ് ട്രങ്ക്. നമ്മുടെ നെഞ്ചുണ്ട് അവിടെ, നമ്മുടെ വയറും ഉണ്ട്. So keep your right hand on the left side of your chest. Can you hear a lub dub sound?
Keep your right hand. Take your right hand. Which is your right hand? Take your right hand and put it to the left side of your chest. നിങ്ങളുടെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് അത് വെക്കുക. വലത്തെ കൈ എടുത്തിട്ട് എവിടെ വെക്കുക? നെഞ്ചിൽ വെക്കുക, ഇടത് ഭാഗത്ത്. ഹന്ന, അങ്ങനെയല്ല മോളെ, വലത്തെ കൈ എടുത്ത് ഇടത് ഭാഗത്ത് വെച്ച് നോക്കുക. ഇടത്തെ കൈ ഇടത് ഭാഗത്ത് വെച്ചാലും കേൾക്കും കേട്ടോ. നമ്മള് വലത്തെ കൈ എടുത്ത് എന്ത് ചെയ്യാ? നമ്മുടെ നെഞ്ചിന്റെ ഇടത് ഭാഗത്ത് വെക്കുക. എല്ലാരും ഒന്ന് വെച്ച് നോക്കിയേ. ഇടത് സൈഡില്, ഇടത് കൈയുടെ സൈഡിൽ വേണം വെക്കാൻ. അപ്പൊ എന്ത് കേൾക്കുന്നുണ്ട്? ആൻസൺ, ഹേർട്ട് ഉള്ളത് ഇടത് ഭാഗത്താണ്, വലത് ഭാഗത്ത് നോക്കിയാൽ കാണില്ല കേട്ടോ. അപ്പൊ എന്താണ്? ഹിയർ എ ലബ്ഡബ് സൗണ്ട്. ഒരു ലബ്ഡബ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? അതായത് ടിക് 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 എന്ന് പറഞ്ഞിട്ട് ഒരു സൗണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അവർക്ക് ഹേർട്ട് ഉണ്ടാവില്ല ചിലപ്പോ. ഹേർട്ട് ഇല്ലാത്തവരാണെങ്കിൽ കേൾക്കില്ല, ഹേർട്ട് ഉള്ളവർക്കേ കേൾക്കുള്ളൂ. അപ്പൊ അവിടെ ഒരു ലബ്ഡബ് സൗണ്ട് ഉണ്ട്, ഒരു ടിക് 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 സൗണ്ട് ഉണ്ട്. അതെന്താണ്? ദിസ് ഇസ് യുവർ ഹേർട്ട്. ഇതാണ് നിങ്ങളുടെ ഹൃദയം എന്ന് പറയുന്ന സാധനം. നിങ്ങളുടെ ഹൃദയം എത്രത്തോളം വലുപ്പം ഉണ്ടാവും എന്ന് വെച്ചാല്, നിങ്ങളുടെ കൈ നിങ്ങളിങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ, നിങ്ങളുടെ കൈപ്പത്തി നിങ്ങളിങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ എത്ര വലുപ്പമുണ്ടോ അത്രയും വലുപ്പമായിരിക്കും നിങ്ങളുടെ ഹേർട്ടിന് എന്നാണ് പറയുന്നത്. സോ ഇങ്ങനെ ചുരുട്ടി പിടിക്കുമ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ എങ്കിൽ, മിസ്സിനെ കാണാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത്രയേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഹേർട്ട്, അല്ലേ? സോ the abdomen contains the stomach. നമ്മൾ ചെസ്റ്റിനെ കുറിച്ച് പറഞ്ഞു. ചെസ്റ്റിലാണ് നമ്മുടെ ഹേർട്ട് ഉള്ളത്. ഹേർട്ടാണ് ഒരു ലബ് ഡബ് സൗണ്ട് ഉണ്ടാക്കുന്നത്. ഡബ് 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 എന്ന് പറഞ്ഞിട്ടൊരു ടിക് 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 എന്ന സൗണ്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനെയാണ് ലബ് ഡബ് സൗണ്ട് എന്ന് പറയുന്നത്. And this your heart. And then we are going to study about our abdomen. നമ്മുടെ അടിവയർ. ഇനി നമ്മുടെ വയറ് ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്, അല്ലേ? നെഞ്ച് കഴിഞ്ഞാൽ താഴെ എന്താണ്? വയറാണ് ഉള്ളത്. സോ വയറില്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലേ? വയറില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്ത് ചെയ്യും, അല്ലേ? വയറുള്ളത് കൊണ്ടല്ലേ നമുക്കിപ്പോ വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പറ്റുന്നത്. സോ ഇനി വയറിനെ കുറിച്ചാണ് പറയുന്നത്. The abdomen contains the stomach, liver and intestines and the kidneys. നമ്മുടെ വയറിൽ ഇത്രയും കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ലിവർ ഉണ്ടല്ലേ, നമ്മുടെ കരളുണ്ട്, ലിവർ ഉണ്ട്. പിന്നെ ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്. നേരത്തെ തന്നെ പറഞ്ഞു, ഇൻറ്റസ്റ്റൈൻ എന്താണ്? വൻകുടലും ചെറുകുടലും ഉണ്ടല്ലേ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ ഡൈജസ്റ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന വൻകുടൽ, ചെറുകുടൽ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്ന കാര്യങ്ങളുണ്ട് വയറ്റില്. പിന്നെ കിഡ്നിയും ഉണ്ട്. കിഡ്നി, 2 കിഡ്നി ഉണ്ടാവും എല്ലാവർക്കും. സോ 3 കിഡ്നി ഉള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ഇല്ല, 2 കിഡ്നിയാണ് ഉണ്ടാവുക നമുക്ക്. സോ നമ്മുടെ ശരീരഭാഗം അതാണ് നമ്മുടെ ചെസ്റ്റ്. ചെസ്റ്റിൽ ഹേർട്ട് ഉണ്ട്. ഹേർട്ട് ഒരു ലബ്ഡബ് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. താഴെയായിട്ട് വയറുണ്ട്. വയറ്റിൽ എന്തൊക്കെയുണ്ട്? ലിവർ, കിഡ്നി, ഇൻറ്റസ്റ്റൈൻസ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈൻസ് ഉണ്ട്. വൻകുടലും ചെറുകുടലും ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എവിടെ പഠിക്കാനുണ്ട്? നന്നായി പഠിച്ച് എക്സാം എഴുതി പാസ്സായി 3rd ക്ലാസ്സിലേക്ക് പോവുകയാണെങ്കിൽ 3rd ക്ലാസ്സിൽ എന്തുണ്ട്? അവർ ബോഡി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയുണ്ട്. കുറച്ചധികം കാര്യങ്ങൾ ശരീരത്തിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയുണ്ട്. അവർ ബോഡി ഈസ് എ ലിവിങ് മെഷീൻ എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട് നിങ്ങൾക്ക് 3rd. അതായത് നിങ്ങളുടെ ഈ സിലബസ് ഇപ്പോൾ മാറിയില്ല എങ്കിൽ, ഇത് മാറുമോ, നിങ്ങളുടെ ബുക്ക് മാറുമോ എന്നറിയില്ല, ഈ വർഷത്തെ ബുക്ക് തന്നെയാണ് അടുത്ത വർഷവും എങ്കിൽ അവർ ബോഡി ഈസ് എ ലിവിങ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇൻറ്റസ്റ്റൈനെ കുറിച്ചും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനെ കുറിച്ചും എക്സ്ക്രവേറ്ററി സിസ്റ്റത്തിനെ കുറിച്ചും ഒക്കെ ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ ബേസ് ഇപ്പോൾ കിട്ടിയില്ല എങ്കിൽ അടുത്ത വർഷവും ഒന്നും കിട്ടില്ല. അതുകൊണ്ട് നന്നായിട്ട് ഇത് ശ്രദ്ധിക്കുക. വയറ്റിൽ കിഡ്നിയും ലിവറും ഇൻറ്റസ്റ്റൈൻസുമാണ് ഉള്ളത്. ദെൻ ലിംസ്. ഇനി ലിംസിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അവർ ആംസ് ആൻഡ് ലെഗ്സ് ആർ അവർ ലിംസ്. നമ്മുടെ കൈകളെയും കാലുകളെയും ആണ് എന്ത്? ലിംസ് എന്ന് പറയുന്നത്. നമ്മുടെ കൈകൾ എന്താണ്? അപ്പർ ലിംസ് ആണ്. അവർ ആംസ് ആർ കോൾഡ് ദ അപ്പർ ലിംസ് ആൻഡ് വി യൂസ് ദം ടു ടച്ച്, ഹോൾഡ്, ലിഫ്റ്റ്, ത്രോ തിങ്സ്. നമ്മുടെ കൈ എന്തിനൊക്കെയാണ്? നമുക്ക് എന്തിനെങ്കിലും ടച്ച് ചെയ്യാൻ വേണം. മെയിനായിട്ട് നമുക്ക് എന്ത് വേണം? ഭക്ഷണം വാരി കഴിക്കാൻ വേണം, അല്ലേ കൈ. സോ നമ്മുടെ കൈകൾ നമുക്ക് എന്തിനാണ്? എന്തെങ്കിലും എടുത്ത് പിടിക്കാൻ.
ഇപ്പൊ പെൻസില്, ആൻസൺ ഒക്കെ പെൻസിൽ എടുത്ത് റബ്ബറിൽ കുത്തി കളിക്കുന്നുണ്ട്. അങ്ങനെ കുത്തി കളിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കൈ വേണം അല്ലേ ആൻസൺ? ഇല്ലേ? അപ്പോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യണമെങ്കിൽ എന്ത് വേണം? കൈ വേണം. പിന്നെ എന്തിന്? എവിടെയെങ്കിലും തൊടണമെങ്കിൽ ടച്ച് ചെയ്യാൻ നമുക്ക് കൈ ആവശ്യമാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വലിച്ചെറിയണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? കൈ വേണം അല്ലേ? എല്ലാത്തിനും നമുക്ക് കൈ ആവശ്യമുണ്ട്. പിന്നെ എന്താണ്? അവർ ലങ്സ് ആർ കോൾഡ് ദ ലോവർ ലിംസ്. നമ്മുടെ കാലുകൾ എന്താണ്? ലോവർ ലിംസ് ആണ്, താഴെയാണ് അല്ലേ ഉള്ളത്, ലോവർ ഭാഗമാണ്. ലിംസ് ഹെൽപ്പ് അസ് ടു വാക്ക്, റൺ, ജംപ്സ്. നമ്മുടെ ഈ ലോവർ ലിംസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഈ രണ്ട് ലിംസും, അപ്പർ ആൻഡ് ലോവർ, ഇത് നമ്മളെ നടക്കാനും ഓടാനും തുള്ളാനും ചാടാനും ഡാൻസ് ചെയ്യാനും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിടിക്കാനും ഹോൾഡ് ചെയ്യാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ലിംസ് ആണ്. ദെൻ നെക്സ്റ്റ് ഏതാണ് എന്ന് നോക്കട്ടെ. ദെൻ അവർ സെൻസ് ഓർഗൻ. നമ്മൾ ഇനി സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത്. വി ആർ സ്റ്റഡിയിങ് അബൌട്ട് അവർ സെൻസ് ഓർഗൻ. വി ഹാവ് 5 സെൻസ് ഓർഗൻ. പഞ്ചേന്ദ്രിയങ്ങൾ എന്ന് പറയും മലയാളത്തില്. 5 സെൻസ് ഓർഗൻസ് ആണ് നമുക്കുള്ളത്. ഏതൊക്കെയാണ്? വിച്ച് ആർ അവർ സെൻസ് ഓർഗൻസ്? ഏതൊക്കെയാണ് മോളെ ഇഫ്ര? We have 5 sense organs and what are they? പഠിക്കാൻ തുടങ്ങിയിട്ടില്ല അല്ലേ? മൗത്ത് ഇല്ലല്ലോ, വേറെ ഒന്നുകൂടിയാണ് ഉള്ളത്. ഏറ്റവും വലിയ സെൻസ് ഓർഗൻ അതാണ്. നമ്മുടെ ബോഡിയിൽ നിറയെ അതുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. സ്കിൻ അല്ലേ? ഓക്കെ, അപ്പൊ ശ്രദ്ധിക്ക, ഏതാണ് ഏറ്റവും വലിയ സെൻസ് ഓർഗൻ? സ്കിന്നാണ്. അപ്പൊ നമുക്ക് 5 സെൻസ് ഓർഗൻസ് ആണ് ഉള്ളത്. ഏതാണ്? സ്കിൻ, ഐസ്, ഇയേഴ്സ്, നോസ്, ടങ്. ഇതാണ് നമ്മുടെ സെൻസ് ഓർഗൻ. സെൻസ് ഓർഗൻ എന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഫീൽ ചെയ്യുന്നതൊക്കെ, കണ്ണുകൊണ്ട് നമ്മൾ എന്തെങ്കിലും കാണുന്നു, അപ്പോഴാണ് നമുക്കത് മനസ്സിലാവുക അല്ലെ അവിടെ എന്തോ ഉണ്ടെന്ന്. ചെവി കൊണ്ട് നമ്മൾ കേൾക്കുന്നു, നമ്മളത് മനസ്സിലാക്കുന്നു അല്ലെ. നമ്മുടെ സ്കിന്നിൽ ആരെങ്കിലും തൊടുന്നു, നമുക്ക് അപ്പം അത് ഫീൽ ചെയ്യും അല്ലെ. ഒരാൾ ആരോ നമ്മളെ ടച്ച് ചെയ്യുന്നു നമ്മുടെ സ്കിന്നിൽ നിന്നാണ്. ദെൻ നമ്മുടെ മൂക്ക് കൊണ്ടാണ് നമ്മൾ മണത്ത് കണ്ടുപിടിക്കുക അല്ലെ. അമ്മമാരൊക്കെ അടുക്കളയിൽ നല്ല നല്ല കറിയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളപ്പോ മണത്ത് പോവും അല്ലെ. പോവാറുണ്ടോ അങ്ങനെ? എന്തോ നല്ല മണം വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മണത്ത് പോവാറില്ലേ കിച്ചണിലേക്ക്? അപ്പൊ മണക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആരാണ്? നമ്മുടെ മൂക്കാണല്ലേ. അമ്മ നല്ല ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോ മണം വരാറില്ലേ നമുക്ക്? ഉണ്ട്. അപ്പൊ മണക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്, എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കും അല്ലെ. അങ്ങനെ നമ്മള് മിസ്സിന്റെ മോൻ അതുപോലെയാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വന്നിട്ട് എല്ലായിടത്തും മണപ്പിച്ചു നോക്കും. എന്തോ ഇവിടെ മണക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലായിടത്തും വന്ന് നോക്കും എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന്. അതുപോലെ നമ്മുടെ മൂക്കുകൊണ്ടാണ് നമ്മൾ മണം പിടിക്കുക അല്ലെ. എന്തൊക്കെയുണ്ട്, നല്ല നല്ല മണവും പൊട്ട മണവും ഒക്കെ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മുടെ മൂക്കുകൊണ്ടാണ്. ദെൻ കണ്ണുകൊണ്ട് കാണുന്നു, ചെവി കൊണ്ട് കേൾക്കുന്നു, സ്കിന്നിൽ ആരെങ്കിലും ടച്ച് ചെയ്താൽ മനസ്സിലാവുന്നു, നാവ് കൊണ്ട് നമ്മൾ രുചിയും അറിയും അല്ലെ. ഉപ്പും പുളിയും മധുരവും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നാവിൽ വെക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അല്ലെ. ചിലപ്പോൾ കാണുമ്പോൾ നല്ല ഭംഗിയുള്ളത് കഴിച്ചാൽ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ടേസ്റ്റ് അറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ ടങ് ആണ് അല്ലെ. സോ അവർ സെൻസ് ഓർഗൻ ഹെൽപ്പ് us ടു ഫീൽ ചെയ്യാൻ വേണ്ടി അല്ലെ. നമ്മുടെ സ്കിൻ, സീ കാണാൻ നമ്മുടെ കണ്ണ്, ഹിയർ കേൾക്കാൻ നമ്മുടെ ചെവി, സ്മെൽ ചെയ്യാൻ നമ്മുടെ മൂക്ക്, പിന്നെന്താണ്, ടേസ്റ്റ് ചെയ്യാൻ നമ്മുടെ ടങ്. ഇതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻ. ദെൻ സ്കിൻ. ഇനി ഓരോ സെൻസ് ഓർഗൻസിനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. സ്കിന്നിനെ കുറിച്ച് ആദ്യം പറയുന്നുണ്ട്. ദ ഔട്ടർ കവറിംഗ് ഓഫ് അവർ ബോഡി ഈസ് കോൾഡ് ദ സ്കിൻ. നമ്മുടെ ശരീരത്തിന്റെ ഔട്ടർ കവറിംഗ് ആണ്, പുറം ഭാഗമാണ് അല്ലെ സ്കിൻ. അതാണ് നമ്മുടെ ഔട്ടർ കവറിംഗ് നമ്മുടെ ബോഡിയുടെ. ഇറ്റ് ഈസ് ദ ബിഗ്ഗസ്റ്റ് സെൻസ് ഓർഗൻ ഓഫ് അവർ ബോഡി. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ സെൻസ് ഓർഗനും ഏതാണ്? സ്കിന്നാണ് അല്ലേ. നമ്മുടെ ശരീരം നിറയുള്ളത് സ്കിന്നാണല്ലേ. മൂക്ക്, കണ്ണ്, ചെവി, ഇതൊക്കെ എന്താണ്? കണ്ണും ചെവിയും ഒക്കെ
രണ്ടെണ്ണം വീതാണ് ഉള്ളത്. മൂക്ക് ഒന്നേ ഉള്ളൂ അല്ലേ, നാക്ക് ഒന്നേ ഉള്ളൂ, അങ്ങനെയാണ്. പക്ഷെ സ്കിൻ എന്താണ്, ഒരുപാടുണ്ട് അല്ലേ. ശരീരം നിറയെ നമ്മുടെ ബോഡിയെ മുഴുവൻ കവർ ചെയ്തിട്ടുള്ളത് ആരാണ്, നമ്മുടെ സ്കിൻ ആണ്. Then our skin helps to feel heat, cold, pressure and pain. നമ്മുടെ സ്കിന്നാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ഫീൽ ചെയ്യിക്കുന്നത്, അതായത് ചൂട്, തണുപ്പ്, പിന്നെ വേദനയും പ്രഷറും ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സ്കിന്നിൽ നിന്നാണ് അല്ലേ. ആരെങ്കിലും നമ്മൾ നന്നായിട്ട് നുള്ളിയാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ല വേദന എടുക്കില്ലേ. ആരെങ്കിലും പിച്ചിയാല്, ഫർഹ ലിസൺ ഹിയർ, ഓക്കെ. ദെൻ ആരെങ്കിലും നമ്മളെ നുള്ളിയാൽ എന്ത് ചെയ്യും, നമുക്ക് നല്ല വേദന എടുക്കും അല്ലേ. അപ്പൊ ആ ഫീലൊക്കെ, വേദനയൊക്കെ നമുക്ക് തോന്നുന്നത് എവിടെ നിന്നാണ്, നമ്മുടെ സ്കിന്നിൽ നിന്നാണ്. സോ അതാണ് ഏറ്റവും വലിയ സെൻസ് ഓർഗൻ. ദെൻ ഐസ്, ലുക്ക് അറൗണ്ട് യു വിൽ സീ മെനി തിങ്സ്. കണ്ണുകൾ അല്ലേ, നിങ്ങളുടെ ചുറ്റും നോക്കുക, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ലേ. അതൊക്കെ എന്തുകൊണ്ടാണ്, കണ്ണുള്ളത് കൊണ്ടാണ് അല്ലേ. Our eyes help us to see the wonderful world around us. നമ്മുടെ ചുറ്റുമുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ വേൾഡിനെ കാണാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് കണ്ണുള്ളത് കൊണ്ടാണല്ലേ. കണ്ണില്ലാത്തവരെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്ക് കണ്ണുകൾ ഉണ്ട് അല്ലേ, കണ്ണുകൾ ഇല്ലാതെയും ആളുകൾ ജനിക്കുന്നുണ്ട് അല്ലേ. കണ്ണുകളുണ്ട്, പക്ഷെ കണ്ണുകൾക്ക് എന്തുണ്ടാവില്ല, കാഴ്ച ഉണ്ടാവില്ല. അവർക്ക് എന്താണ്, എന്തെങ്കിലും കാണാൻ വേണ്ടി പറ്റുമോ? നമുക്കൊക്കെ കുറച്ച് സമയം കറണ്ട് പോകുമ്പോ തന്നെ നമുക്ക് വല്ലാത്ത അസ്വസ്ഥതയാണല്ലേ, ഒന്നും കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ലൈഫ് ലോങ് കണ്ണിന് കാഴ്ചയില്ലാത്ത ആളുകളെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? എപ്പോഴും അവർക്ക് എന്താണ്, ഒന്നും കാണാൻ വേണ്ടി പറ്റില്ല, എപ്പോഴും ഇരുട്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ള ആളുകളും ഉണ്ട്. സോ കണ്ണുകളൊക്കെ ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. നിങ്ങളെ കണ്ണുകളൊക്കെ നിങ്ങൾ നല്ല നല്ല കാര്യങ്ങൾ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. കണ്ണില്ലാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾ മാത്രം കാണുക കണ്ണുകളുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലും അല്ലേ. നാളെ വലിയ കുട്ടികളൊക്കെ ആവുമ്പോൾ എന്ത് ചെയ്യുക, നല്ലത് മാത്രം കാണാൻ വേണ്ടി നോക്കുക അല്ലേ. നിങ്ങളുടെ പാരൻസിനെ ഒന്നും വിഷമിപ്പിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യുക, നല്ല നല്ല കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നല്ല കുട്ടികളാവണം അല്ലേ. അതിനു വേണ്ടിയാണ് നമുക്ക് കണ്ണുള്ളത്, നല്ലത് കാണാൻ വേണ്ടി മാത്രം. സോ our eyes help us to see the wonderful world around us. The eyelashes protect our eyes from dust. പിന്നെ കണ്ണിൽ എന്തുണ്ട്, കൺപീലികൾ ഉണ്ട് അല്ലേ. കൺപീലിയില്ലേ എല്ലാവർക്കും? അതെന്തിനാണ്, അതിനാണ് ഐലാഷസ് എന്ന് പറയാ, കൺപീലികൾ. അത് നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണ്, പൊടികളൊക്കെ കയറാതെ കണ്ണിനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനാണ് ആരുള്ളത്, ഐലാഷസ് ഉള്ളത്. ഫർഹ ഇവിടെ ശ്രദ്ധിക്കുമോളെ, ശ്രദ്ധിക്കാതിരിക്കുന്നതായിട്ടാണ് ഉറക്കം വരുന്നത് കേട്ടോ. നമ്മളെപ്പോഴും നമ്മുടെ കൺപീലികൾ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യും, പൊടിയൊന്നും കയറാതെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യും. പിന്നെ ഇയേഴ്സ്, ചെവികളെ കുറിച്ചാണ് പറയുന്നത്. എത്ര ചെവിയുണ്ട്? രണ്ടാണല്ലേ, 2 ചെവിയുണ്ട്. സോ അവർ ഇയേഴ്സ് ഹെൽപ്പ് us to hear. നമ്മുടെ ചെവിയാണ് നമ്മളെ കേൾക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. They help us to recognize and understand the sounds around us. നമ്മുടെ ചുറ്റുമുള്ള സൗണ്ടുകൾ കേൾക്കാനും അത് മനസ്സിലാക്കാനും വേണ്ടി അല്ലേ ആണ് നമ്മുടെ ചെവി. അതായത് അമ്മ അടുക്കളയിൽ ദോശ ചുടുന്ന സൗണ്ട് കേട്ടാൽ നമുക്ക് അറിയാം അല്ലേ, അത് ദോശ ചുടുകയാണ് എന്ന് കേൾക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അങ്ങനെ സൗണ്ടുകളെ തിരിച്ചറിയാൻ വേണ്ടി അല്ലേ. എവിടുന്നെങ്കിലും പട്ടി കുരയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ നമുക്കറിയാം അതൊരു പട്ടിയുടെ ശബ്ദമാണ്, ഒരു പൂച്ചയുടെ ശബ്ദമാണ്, അല്ലെങ്കിൽ എന്താണ്, പക്ഷി കരയുന്നതാണ്. അങ്ങനെ പല സൗണ്ടുകളും നമ്മളെ തിരിച്ചറിയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവരാണ് നമ്മുടെ ചെവികൾ. ദെൻ ചെവികളെയും നമ്മൾ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം അല്ലേ. ദെൻ നോസ്, വി സ്മെൽ വിത്ത് അവർ നോസ്. നമ്മൾ മൂക്കൊണ്ടാണ് മണം അറിയുന്നത് അല്ലേ. വി ക്യാൻ ഐഡന്റിഫൈ ഡിഫറെന്റ് തിങ്സ് ബൈ ദയർ സ്മെൽ. പല പല കാര്യങ്ങളും അതിന്റെ സ്മെല്ല് കൊണ്ട് നമുക്ക് ഫൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ. നല്ലൊരു ഫ്ലവറിന്റെ മണം വരികയാണ്, നല്ലൊരു ജാസ്മിൻ ഫ്ലവറിന്റെ മണം, ഒരു മുല്ലപ്പൂവിന്റെ മണമാണെങ്കിൽ നമുക്കറിയാം അതെന്താണ്, അത് മുല്ലപ്പൂവാണ് എന്ന് അറിയാൻ പറ്റും അല്ലേ. പിന്നെ ബിരിയാണിയുടെ മണമാണ് വരുന്നതെങ്കിൽ അത് ബിരിയാണിയാണ് എന്ന് നമുക്കറിയാം അല്ലേ, അറിയാൻ വേണ്ടി പറ്റില്ലേ. ഇങ്ങനെ പല മണമുണ്ട്. പിന്നെ എന്തെങ്കിലും ചീത്തയായ കാര്യങ്ങളൊക്കെ മണക്കുകയാണെങ്കിൽ അതും നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മുടെ മൂക്കുകൾ കൊണ്ടാണ് നമുക്ക് പറ്റുന്നത്. ആൻഡ് ദിസ് നോസ് ഓൾസോ ഹെൽപ്പ് us to breathe. നമ്മുടെ മൂക്ക് എന്താണ്, നമ്മളെ ശ്വാസം എടുക്കാൻ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, ശ്വാസം എടുക്കാൻ വേണ്ടിയും ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, മൂക്കാണ് അല്ലേ. പിന്നെ നമ്മുടെ കണ്ണുകൾ പറഞ്ഞ മാതിരി കണ്ണുകളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഐലാഷസ് നമുക്കുണ്ട്. അതുപോലെ നമ്മുടെ മൂക്കിലും ചെറിയ ചെറിയ ഹെയർ ഉണ്ട് അല്ലേ, ചെറിയ രോമങ്ങൾ ഉണ്ടാവും മൂക്കിന്റെ അകത്ത്. അത് എന്തിനാണ്, മൂക്കിലേക്ക് ഒരുപാട് പൊടി കയറാതിരിക്കാൻ വേണ്ടി, ആ പൊടിയെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് മൂക്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഹെയർ ഒക്കെ ഉള്ളത്. സോ അപ്പോൾ ദെൻ
ടങ്. ഇനി നാവിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത്. അവർ ടങ് ഹെൽപ്പ് us ടു സ്പീക്ക്. നമ്മുടെ നാക്കാണ് നമ്മളെ സംസാരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ. ഇറ്റ് ഇസ് ഓൾസോ ഹെൽപ്പ് us ടു ടേസ്റ്റ് ഡിഫറെന്റ് ഫുഡ്സ്. സംസാരിക്കാൻ മാത്രമല്ല ഡിഫറെന്റ് ആയിട്ടുള്ള ഫുഡ്, പല പല ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിച്ച് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതും ആരാണ്? നാക്കാണ് അല്ലേ. ദ ടങ് ഹാസ് മെനി ടേസ്റ്റ് ബഡ്സ്. നാക്കിൽ ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, രസമുകുളങ്ങൾ ഉണ്ട് അല്ലേ. ഒരുപാട് ടേസ്റ്റ് ബഡ്സ് ഉണ്ട് നാക്കിൽ. അതുകൊണ്ടാണ് എല്ലാ രുചികളെയും മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അല്ലേ. പുളിയും ഉപ്പും മധുരവും എരിവും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഈ ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ടാണ്. പുളി കഴിച്ചാൽ അത് പുളിയാണെന്നും, എരിവാണെങ്കിൽ നന്നായിട്ട് എരിയുന്നുണ്ടെന്നും, ഉപ്പാണെങ്കിൽ അധികം ഉപ്പാണ് എന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അതല്ല നമ്മൾ ഒന്നും മനസ്സിലാക്കാതെ വെറുതെ ഭക്ഷണം കഴിക്കാറുണ്ടോ? ഏതെങ്കിലും സാധനങ്ങളിൽ എരിവ് കൂടിയാലും ഉപ്പ് കൂടിയാലും ഒക്കെ അമ്മമാര് വഴക്ക് പറയാറില്ലേ നിങ്ങള്? ഇത് എന്തൊരു എരിവാണ്, എന്തൊരു ഉപ്പാണ് എന്ന് പറയാറുണ്ടോ? അതെന്തുകൊണ്ടാണ്? നമ്മുടെ നാവില് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, രസമുകുളങ്ങൾ ഉണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത് അല്ലേ. അതില്ലെങ്കിൽ എന്താണ്, അവരെന്ത് തന്നാലും നമ്മൾ കഴിക്കും അല്ലേ. ടേസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ വെറുതെ കഴിക്കും. പക്ഷെ നാവിലെ രുചി അറിയുന്നതുകൊണ്ട് നമുക്കറിയാം ആ സാധനം, ആ ഫുഡ് ഐറ്റം ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. Then these tell us whether the food what it is salty, sweety, sour and bitter. മിസ് ഇപ്പൊ പറഞ്ഞ മാതിരി എന്താണ്, നാക്കിൽ ഈ രസമുകുളങ്ങൾ ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ കഴിക്കുന്ന സാധനത്തിൽ ഉപ്പാണോ എരിവാണോ മധുരമാണോ കയ്പാണോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. All the organs together help the body to work properly. ഈ എല്ലാ അവയവങ്ങളുമാണ് നമ്മുടെ ബോഡിയെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഈ കണ്ണും മൂക്കും ചെവി ത്വക്ക് ഇതിൽ ഏതെങ്കിലും ഒന്നും ഇല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് നന്നായി വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമുക്ക് എല്ലാം കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്, എല്ലാം സംസാരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്, പിന്നെ എല്ലാ കാര്യങ്ങളും കൈകൊണ്ട് കാലുകൾ കൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെവി കേൾക്കാൻ വേണ്ടി പറ്റുന്നില്ല എങ്കിൽ പിന്നെ പോയില്ലേ. പിന്നെ നമുക്ക് എല്ലാം ഉണ്ടായിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ എല്ലാ ഭാഗങ്ങളും നന്നായിട്ട് വർക്ക് ചെയ്യണം അല്ലേ. ചെവി കേൾക്കുന്നുണ്ട്, സംസാരിക്കാനും പറ്റുന്നുണ്ട്, പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്കിലോ വളരെ കഷ്ടമാണ് അല്ലേ. അതുപോലെ തന്നെ കേൾക്കാനും കാണാനും ഒക്കെ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ വേണ്ടി പറ്റുന്നില്ലെങ്കിലോ ബുദ്ധിമുട്ടാണല്ലേ. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഏറ്റവും ലക്കിയാണ് അല്ലേ. കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും നന്നായി കേൾക്കാനും കാണാനും പറയാനും ഒക്കെ പറ്റുന്നുണ്ട്. ഇതൊന്നും പറ്റാത്ത കുട്ടികളും ഉണ്ട് അല്ലേ. കൈയില്ലാതെയും കാലില്ലാതെയും കണ്ണില്ലാതെയും ഒക്കെയും കുട്ടികളൊക്കെ ഇല്ലേ. അപ്പൊ നമ്മളൊക്കെ എന്താണ്, വളരെ ലക്കിയാണ്. നമുക്ക് കണ്ണുകളുണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. അപ്പൊ ഈ എല്ലാ അവയവങ്ങളും നന്നായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരം നന്നായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഉണ്ട് അതിലല്ലേ. ഇതിൽ എന്താണ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ഉണ്ട്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. മിസ്സിന് മുഴുവൻ പറയാനുള്ള ടൈം ഇല്ല, എന്നാലും നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിൽ ചോദിക്കുന്നത്. റൈറ്റ് ദ നെയിംസ് ഫോർ 4 internal organs of our body. Aniha, which are the 4 internal organs of our body? Can you say some internal? Liver, intestines and the kidneys. Okay, very good. ഇതൊക്കെ നമ്മുടെ എന്താണ്, ഇന്റേണൽ ഓർഗൻ ആണ് അല്ലേ. ലങ്സും ലിവറും ഹേർട്ടും ഇൻറ്റസ്റ്റൈനും കിഡ്നിയും ഒക്കെ നമ്മുടെ ഇന്റേണൽ ഓർഗൻ ആണ്. ആൻഡ് write can you say the names of 5 sense organs? Farha, can you say the names of 5 sense organs? Which are your 5 sense organs? Close your textbook. പറയൂ. Skin, eye, ear, nose, tongue, കഴിഞ്ഞില്ലേ? Okay, 5 sense organ. Then how do your upper limbs help us? നമ്മുടെ upper limbs നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക മോളെ അമന്ന? our upper
Our limbs help us to touch, hold, lift, and throw things. Okay. Then, good, very good. Then, which are the main parts of our body? Which are the main parts of our body, Anita? The head, neck, trunk, and lips are the main part of our body. Okay, good. Then, Eric, how does our tongue help us? നമ്മുടെ tongue നമ്മളെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുക? Our tongue helps us to speak and to പഠിച്ചിട്ടില്ല അല്ലേ? different നോക്കി foods. വായിക്കുകയാണല്ലേ? ഓക്കെ, നോ പ്രോബ്ലം. പഠിക്കണം കേട്ടോ, എക്സാം ആകുമ്പോഴേക്ക് പഠിക്കണം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, എക്സാമിന് എല്ലാവരും 100% സിൻസിയർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക അല്ലേ? ചിലപ്പോൾ എന്താണ്, നിങ്ങളുടെ ഒറ്റയ്ക്ക് തന്നെ നന്നായി പഠിച്ചിട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. നിങ്ങൾ അങ്ങനെ പഠിച്ചില്ല എങ്കിൽ പ്രോബ്ലം വരാൻ വേണ്ടി പോകുന്നത് നിങ്ങൾക്ക് തന്നെയാണ്. അതുകൊണ്ട് ആരും പാരൻസിനോടൊന്നും ഹെൽപ്പ് ചോദിക്കാൻ വേണ്ടി പാടില്ല, നോക്കി എഴുതാൻ വേണ്ടി പാടില്ല. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അങ്ങനെ ആരെങ്കിലും നോക്കി എഴുതി എന്നൊക്കെ തോന്നിയാൽ എന്ത് ചെയ്യും? അവരെ നെക്സ്റ്റ് ഇയറിലേക്ക് വിടുകയില്ല. അവരെ ഒരു 2 വർഷം സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇരുത്തും. അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിച്ചിട്ട് മാത്രം എക്സാം അറ്റൻഡ് ചെയ്യുക. ഒരാളും ആരുടെയും ഹെൽപ്പ് ചോദിക്കരുത്. നിങ്ങൾ നന്നായി പഠിച്ച്, നിങ്ങളൊക്കെ ചെറിയ കുട്ടികളാണ്, അപ്പോൾ വളരെ സിൻസിയർ ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യണം കേട്ടോ. നന്നായി പഠിച്ച്, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, മിസ് പറഞ്ഞു എന്നേ ഉള്ളൂ. ആരും നോക്കി എഴുതാറൊന്നും ഇല്ല എന്നൊക്കെ അറിയാം, അതുകൊണ്ട് വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നന്നായി പഠിക്കണം എല്ലാവരും. ഏറ്റവും കൂടുതലായിട്ട് ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിക്കുക. നിങ്ങളുടെ ഈ സയൻസ്, മാത്സ്, ഇംഗ്ലീഷ്, പിന്നെ ഏതാണ് നിങ്ങൾക്ക് സോഷ്യലൊന്നും ഇല്ലല്ലോ, ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. സയൻസ്, മാത്സ് അടുത്ത വർഷം ഉണ്ട് കേട്ടോ. അടുത്ത വർഷം സോഷ്യലൊക്കെ ഉണ്ട്, നന്നായിട്ട് പഠിക്കാനും ഉണ്ട് അടുത്ത വർഷത്തിൽ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് എല്ലാവരും ഈ സബ്ജക്റ്റ് ഒക്കെ ഇങ്ങനെ വായിക്കാനുള്ള സബ്ജക്റ്റ്, അതായത് നിങ്ങളുടെ സയൻസും ഇംഗ്ലീഷും ഇതൊക്കെ നന്നായിട്ട് വായിക്കുക. മാത്സ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക. എന്നാൽ തന്നെ എക്സാം നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ ഇപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ടൈം കഴിഞ്ഞു. ആൻഡ് എക്സാമിന് മുമ്പ് ഇനി നമുക്ക് ക്ലാസ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല. ദെൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്താണ്, ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എല്ലാവരും നോ ഡ്യൂ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ച് എക്സാമിന് വേണ്ടി റെഡി ആവുക. ലാസ്റ്റ് മൊമെന്റിൽ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവാൻ വേണ്ടി പാടില്ല കേട്ടോ. നോ ഡ്യൂ ഫീസ് കൊടുക്കാനുള്ളവർ എന്ത് ചെയ്യുക? ഫീസ് കൊടുക്കുക. എന്നിട്ട് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക. എക്സാമിന് വേണ്ടി ക്ലാസ് ടീച്ചർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. ഒക്കെ കൊണ്ടും എല്ലാം കൊണ്ടും എക്സാം എഴുതാൻ റെഡി ആയിട്ട് നല്ല കുട്ടികളായിട്ട് എക്സാം എഴുതുക. മുഴുവൻ മാർക്ക് സ്കോർ ചെയ്യുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. അതിന് മുമ്പ് ക്ലാസ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും ക്ലാസ്സിൽ മിസ് വരാം. ഇല്ലെങ്കിൽ എന്താണ്, നന്നായിട്ട് എക്സാം എഴുതുക. നെക്സ്റ്റ് ഇയറിൽ 3rd കാണാം നമുക്ക് വീണ്ടും അല്ലേ? ഓക്കെ, ബൈ. എല്ലാവരും നല്ല മക്കളായിട്ട് സയൻസിൽ മുഴുവൻ മാർക്കും വാങ്ങിക്കണം, എന്നാലേ മിസ് ഹാപ്പി ആവുള്ളൂ അല്ലേ? മിസ് ഏറ്റവും ഹാപ്പി ആവുക എപ്പോഴാണ്? എല്ലാ കുട്ടികളും മുഴുവൻ മാർക്ക് വാങ്ങിക്കുമ്പോഴാണ്. ആർക്കെങ്കിലും മാർക്ക് കുറഞ്ഞു പോയാൽ നമുക്ക് വിഷമാവില്ലേ? അതുകൊണ്ട് എല്ലാവരും മുഴുവൻ മാർക്ക് വാങ്ങിച്ചിട്ട് നല്ല മക്കളാവുക. ഓക്കെ, ബൈ. Bye.